ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA ഇൻ്റർമീഡിയറ്റിൽ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അതായത് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിലെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനീസ്. ഇത് നമ്മൾ ബാക്കിയുള്ള ഓരോ ചാപ്റ്റേഴ്സിലും ആവശ്യം വരുന്നൊരു ടോപ്പിക്കും കൂടിയാണ്. നമുക്ക് റിയൽ ലൈഫിലും ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉള്ള ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനീസ്. അതായത് ഷെഡ്യൂൾ 3 ഫോർമാറ്റിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് CMAയിലും ഉള്ള ടോപ്പിക് തന്നെയാണ്. അപ്പം ഈ ടോപ്പിക്ക് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നോക്കാം. ആദ്യം തന്നെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനീസിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഷെഡ്യൂൾ 3 ഫോർമാറ്റിലുള്ള ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ P&Lലും നോക്കാം എന്നുള്ളതാണ്. അപ്പം ഈ ഷെഡ്യൂൾ 3 ഫോർമാറ്റിലുള്ള ബാലൻസ് ഷീറ്റും P&L എന്ന് പറയുമ്പം അത് നമ്മൾ സാധാ ബാലൻസ് ഷീറ്റും P&Lലും ഒന്ന് വെർട്ടിക്കലാക്കിയതുപോലെയാണ്. പിന്നെ അതിൽ ചെറിയ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിച്ചാൽ മതി, സാധാ നമ്മളൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിലെന്തൊക്കെ ഉണ്ടാവുമോ അതൊക്കെ തന്നെ ഏതാണ്ട് വരിക. പിന്നെ അതിൽ ചെറിയ ചെറിയ കമ്പനി അതിനെക്കൊണ്ട് കമ്പനീൻ്റെ ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സാധാ T ഫോർമാറ്റിലുള്ള ബാലൻസ് ഷീറ്റും P&Lലും ഒക്കെ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ, പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് പഠിക്കുക, എന്നിട്ട് ഇതിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്, ഇതിൻ്റെ ഫോർമാറ്റ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇതിൽ ഷെഡ്യൂൾ 3 പാർട്ട് 1 ബാലൻസ് ഷീറ്റ്. അപ്പം ഇതിൽ ആദ്യം തന്നെ മുകളിൽ നെയിം ഓഫ് ദ കമ്പനി ഉണ്ടാവും. കമ്പനീൻ്റെ നെയിം നമ്മൾ കൊടുക്കും. പിന്നെ ബാലൻസ് ഷീറ്റ് ആസെറ്റ് അല്ലെങ്കിൽ ആസ് ഓൺ എന്ന് രണ്ടും എഴുതാറുണ്ട്. ബാലൻസ് ഷീറ്റ് ആസെറ്റ് March 2025 March 2025 ബാലൻസ് ഷീറ്റാണിത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ T ഫോർമാറ്റിലുള്ള ബാലൻസ് ഷീറ്റ് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിലെന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇടത്തെ ഭാഗത്ത് ലയബിലിറ്റീസും വലത്തെ ഭാഗത്ത് അസറ്റ്സും ഉണ്ടായിരുന്നു. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ മുകളിൽ എന്ത് ചെയ്യുന്നു, ലയബിലിറ്റീസിനെ, ഈ ഇടത്തെ ഭാഗത്തുള്ള ലയബിലിറ്റീസിനെ നമ്മളിവിടെ ഫസ്റ്റ് തന്നെ എല്ലാ ലയബിലിറ്റീസിനെയും എഴുതുന്നു. അതായത് നേരെ ഒരേ ലൈനിൽ തന്നെ എല്ലാം എഴുതുന്നു എന്നുള്ളൂ. ഫസ്റ്റ് തന്നെ ഇതിനെല്ലാം എഴുതുന്നു. പിന്നെ അത് കഴിഞ്ഞ് അസറ്റ്സ്, അതായത് വലത്തെ സൈഡിലുള്ള അസറ്റ്സിനൊക്കെ നമ്മളിവിടെ എഴുതുന്നു. അതിൻ്റെ അടിയിൽ അസറ്റ്സിനെ എഴുതുന്നു. എന്നിട്ട് രണ്ടിനെയും ടോട്ടൽ എഴുതുന്നു. ഇത് തന്നെയാണ് നമ്മൾ T ഫോർമാറ്റിലും കണ്ടത്. അത് T ഫോർമാറ്റിലായിരുന്നു എന്ന് മാത്രം. പിന്നെ ഇതിൽ ഉള്ളത് ഫിഗേഴ്സ് ആസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രീവിയസ് പീരീഡിലുള്ള ഇതും കൂടി നമ്മൾ കമ്പനീസിന് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനെ കൊണ്ടാണ് ഇതിങ്ങനെ കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് കമ്പനീസ് മാത്രമല്ല ഇപ്പോൾ ഇത് യൂസ് ചെയ്യൽ. ഇപ്പം ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഇപ്പം 2 കോടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ 1 കോടിൻ്റെ മുകളിലൊക്കെ ടേൺ ഓവറുള്ള ഫേംസോ അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്ററോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ടാക്സ് ഓഡിറ്റ് നിർബന്ധമായിരിക്കും. അപ്പം അങ്ങനെ ടാക്സ് ഓഡിറ്റ് നിർബന്ധമുള്ള കേസിൽ അവർക്കും ഈ T ഫോർമാറ്റ് തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ T ഫോർമാറ്റ് തന്നെയാണ് ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ഫോർമാറ്റ് നോക്കാം. ഫോർമാറ്റ് ഒന്ന് നോക്കാനേ ഉള്ളൂ, ബാക്കിയെല്ലാം T ഫോർമാറ്റിലെ പോലെ തന്നെയാണ്. നമുക്ക് ആദ്യം ജസ്റ്റ് ഫോർമാറ്റ് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്കൊന്ന് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. അതായത് ഇത് നമ്മളെ ഇതാണ് ക്യാപിറ്റൽ. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറയുമ്പം ടോട്ടലായിട്ടുള്ള നമ്മുടെ ലയബിലിറ്റി സൈഡിനെയാണ്
ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ടി ഫോർമാറ്റിൽ ലയബിലിറ്റി സൈഡ്. അപ്പോൾ ഇതിൽ ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെ വരും? ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്, മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളത് ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസുമാണ് മെയിനായിട്ടുള്ളത്. ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നിട്ടിട്ട് ചെയ്തു. അതായത് ഇതൊരു മെയിനായിട്ടുള്ള വലിയൊരു ഹെഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതിൻ്റെ സബ് ഹെഡിങ് ആയിട്ട് ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ്, പിന്നെ മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറണ്ട്. ഇത് യൂഷ്വലി ഉണ്ടാവാറില്ല, ചില കേസിൽ ഉണ്ടായെന്ന് വരാം. ആ കേസിൽ മാത്രം എടുത്താൽ മതി. ഇതിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ്. ഇപ്പോൾ കമ്പനി ആകുമ്പം എന്താണ്, മറ്റേ നമ്മളെ ഫേംസിന് അതുപോലെ ഒന്നുമല്ല. കമ്പനി ആകുമ്പോൾ ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ട് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അറിയുന്ന, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കയ്യിൽ നിന്നോ നമ്മൾ എന്ത് ചെയ്യും, ഫണ്ട്സ് കളക്ട് ചെയ്യും. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഷെയർ കൊടുക്കും. അതായത് ഇത്ര ഷെയർ, ഒരു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പം അതിൽ ഒരുപാട് ഷെയർസ് ഉണ്ടാവും. 10 റുപ്പീസിൻ്റെ 100 റുപ്പീസിൻ്റെ ഒക്കെ ഷെയർസ് ആയിട്ട് ഒരുപാട് ഷെയർസ് ഉണ്ടാവും. അപ്പം അങ്ങനെ എത്ര ഷെയർസാണുള്ളത്, ടോട്ടലായിട്ടുള്ള ഷെയർസിൻ്റെ ഒക്കെ എമൗണ്ട്, പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർസിൻ്റെ എമൗണ്ട് ഇവിടെ വരും. ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക് ആയിരിക്കും. കമ്പനി അക്കൗണ്ട്സിലൊക്കെ, ഫൗണ്ടേഷനിൽ കമ്പനി അക്കൗണ്ട്സിൽ ഉണ്ട് ഈ ടോപ്പിക്ക്. ഷെയർ ക്യാപിറ്റലിനെ പറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്, ഷെയർ ക്യാപിറ്റൽ. ഇപ്പോൾ ഈ നോട്ട്സ് എന്തിനാ, ഈ നോട്ട്സ് നമ്പർ, ഇപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് ആദ്യം തന്നെ സീരിയൽ നമ്പർ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. എന്താണ് മെയിനായിട്ടുള്ള ഹെഡ് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഷെയർ ക്യാപിറ്റൽ എങ്ങനെ കഴിഞ്ഞു. പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആകുമ്പോൾ അതിലെങ്ങനെയാണ് ഉണ്ടാവുക, ഓരോ ആൾക്കാരെ ക്യാപിറ്റൽ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. ഇത് ഫേം, ഇത് കമ്പനി. ഫേം ആകുമ്പം ഇങ്ങനെ ടി ഷേപ്പിലായിരിക്കും ബാലൻസ് ഷീറ്റ് വരിക. അതുപോലെ തന്നെ കമ്പനി ആകുമ്പോൾ വെർട്ടിക്കൽ ആയിട്ടാണ് ഉണ്ടാവുക. ബി ടി ഷേപ്പിൽ ഇവിടെ ക്യാപിറ്റൽ ഉണ്ടാവും. എ ക്യാപിറ്റൽ, ബി ക്യാപിറ്റൽ, അങ്ങനെ ഒരു 2 പാർട്ട്നേഴ്സ് ഉള്ളൂന്ന് വിചാരിച്ചാൽ അത്ര ക്യാപിറ്റൽ ഉണ്ടാവും. അപ്പോൾ ഈ ക്യാപിറ്റൽ എങ്ങനെയാണ് ഉണ്ടാവുക? ക്യാപിറ്റലിൽ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന് കൊടുക്കും. അപ്പോൾ അത് എത്ര ഉണ്ടോ, ഒരു 10 ലാക്ക് ഉണ്ടെങ്കിൽ 10 ലാക്ക് ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യും, ഈ പ്രാവശ്യത്തെ കറണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കറണ്ടായിട്ട് പാർട്ട്നേഴ്സ് കൊണ്ടുവന്ന അഡീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡീഷൻസ് ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതതിന്ന് കുറയ്ക്കും. പിന്നെ പ്രോഫിറ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ അത്രയും പ്രൊസീജിയർ കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ലാസ്റ്റ് ക്ലോസിങ് ആയിട്ടുള്ള ബാലൻസ് കിട്ടും. ഓപ്പണിങ്ങിൽ 5 ലാക്ക്, ആഡ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഒരു 1 ലാക്ക്. 1 ലാക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നു. ലെസ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് വിഡ്രോ ചെയ്ത എമൗണ്ട്.
ആ ഡ്രോയിങ്സ് എത്രയാണ്? 20,000. പിന്നെ ആഡ് പ്രോഫിറ്റ് ലാസ്റ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 10,000 പ്രോഫിറ്റ്. പിന്നെ ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ അതൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ഫിഗർ വരും. 20,000 5 lakh തന്നെയാണ് ഇവിടെ വരിക. അപ്പോൾ 5 lakh എന്തുണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ട് 5 lakh ഉണ്ട്. അതായത് ഇതൊരൊറ്റ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരെ ഇങ്ങനെ ഓരോ ക്യാപിറ്റലായിട്ടാണ് നമ്മൾ കാണിക്കുക. ഇങ്ങനെ ഓരോരുത്തരെ ക്യാപിറ്റൽ ഉണ്ടാവും. ഇത് നമ്മൾ എവിടെ ആയിരിക്കും മിക്കവാറും ചെയ്തിട്ടുണ്ടാവുക? ഇത് നമ്മളൊരു വർക്കിംഗ് നോട്ടായിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇത് നമ്മളൊരു ഫേംസിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഇതൊരു വർക്കിംഗ് നോട്ടായിട്ടായിരിക്കും നമ്മൾ വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ അടിയിലായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് അങ്ങനെ ഈ ഫിഗർ എടുത്തിട്ട് വർക്കിംഗ് നോട്ടിലുള്ള ഈ ഫിഗർ എടുത്തിട്ട് ഇത് നമ്മൾ ഇവിടെ കൊടുക്കും. 5 lakh ക്യാപിറ്റൽ, ഒരാളെ ക്യാപിറ്റൽ ഇത്ര ഉണ്ട്. അപ്പം ഇതിലെന്തൊക്കെ വരുന്നുണ്ട്? പ്രോഫിറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റെമ്യൂണറേഷൻ ഉണ്ടെങ്കിൽ റെമ്യൂണറേഷൻ വരും, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് വരും, എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. ബട്ട് കമ്പനിയുടെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ക്യാപിറ്റൽ ആയിട്ടുള്ള എമൗണ്ട്, അതായത് ഫസ്റ്റ് ഇനീഷ്യലി കൊണ്ടുവന്ന ഷെയർ ഇഷ്യൂ ചെയ്ത എമൗണ്ട് എത്രയാണെന്ന് നോക്കും. അപ്പം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അത് എത്ര ഉണ്ടാവും? ഒരു 5 lakh ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തു എന്ന് വിചാരിച്ചാൽ പിന്നീടുള്ള പ്രോഫിറ്റ്സും അതൊന്നും ഈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതായത് ഈ ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യില്ല. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള എമൗണ്ട്, അത് ആ ഒരു എമൗണ്ട് അവിടെ കിടക്കും. അതിലേക്ക് പിന്നെ അതിനെ നമ്മൾ ടച്ച് ചെയ്യില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് അവിടെ കിടക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള ഈ പുതിയതായിട്ട് പ്രോഫിറ്റ്സ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇതിലേക്ക് വരും. പിന്നെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഡ്രോയിങ്സ് അതൊന്നും എവിടെ ഉണ്ടാവില്ല, കമ്പനിയിൽ ഉണ്ടാവില്ല. കമ്പനിയിൽ ക്യാപിറ്റൽ ഫിക്സ്ഡ് ആയിട്ട് ഒരു ക്യാപിറ്റൽ കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവരും. പിന്നെ അടുത്ത ക്യാപിറ്റൽ കൊണ്ടുവരണമെങ്കിൽ അടുത്തൊരു ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്യണം. കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ അത് എത്ര ആൾക്കാരാണോ വാങ്ങുന്നത് അതൊക്കെ വെച്ചിട്ട് കമ്പനിയിൽ ഷെയർ ഇഷ്യൂ ചെയ്യുക, വിഡ്രോ ചെയ്യുക, അതൊന്നും അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇതിൽ നമ്മൾ എമൗണ്ട് കൊണ്ടുവന്നാൽ എന്താണ്, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വിഡ്രോ ചെയ്താൽ നമ്മൾ വിഡ്രോ ചെയ്തു എന്നുള്ള പോലെയാണ്, ഡ്രോയിങ്സ് ആയി എന്നുള്ള പോലെയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ കേസ് വരുമ്പം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ട് ഉണ്ടാവും. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിലുണ്ടാകുന്ന. റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ളതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. അതായത് സർപ്ലസ് ആയിട്ടുള്ള എമൗണ്ട്സ് ഫുള്ള് നമ്മൾ കാണിക്കുക റിസർവ്സ് ആൻഡ് സർപ്ലസിലാണ്. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ 10,000 20,000 ആണ്. 20,000 റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഷെയർ അല്ല കൊടുക്കുക. പ്രോഫിറ്റ് ഷെയർ നമ്മൾ അങ്ങനെ കൊടുക്കൂല. നമ്മളെന്താ ചെയ്യുക? പിന്നെ നമ്മൾ ചെയ്യലെന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും. കമ്പനീൻ്റെ കേസിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ ആ ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട്, ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പ്രോഫിറ്റ്, ഈ പ്രോഫിറ്റിൽ നിന്ന് ഒരു എമൗണ്ട് ഫുള്ളായിട്ട് കൊടുക്കൂല. ഡിവിഡൻറ്റിന് കുറേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു എമൗണ്ട് എന്ത് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നല്ലാതെ പ്രോഫിറ്റ് ഷെയർ എന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ടൊന്നും കൊടുക്കൂല. ഇപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നാണ് പ്രോഫിറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫുള്ള് ചെയ്യുക. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഒരു സെപ്പറേറ്റ് ഐറ്റം, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒരു സെപ്പറേറ്റ് ഐറ്റം. റിസർവ്സ് ആൻഡ് സർപ്ലസിലാണ് എന്തുണ്ടാവുക? നമ്മുടെ പ്രോഫിറ്റ്സ്, അതുപോലെ തന്നെ നമ്മൾ ഒരു ക്യാപിറ്റൽ ആയിട്ടുള്ള ഒരു ഐറ്റം വിറ്റാൽ അതെല്ലാം, അങ്ങനത്തെ എല്ലാ ഗെയിൻസും, ക്യാപിറ്റൽ ഗെയിനോ അങ്ങനത്തെ എന്തെങ്കിലും ഗെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ റിസർവ്സ് ആൻഡ് സർപ്ലസിലാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൽ ഡിവിഡൻഡ് എത്ര, ഒരു 10,000 ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ അതിൻ്റെ ബാക്കി ബാലൻസ് ഒരു 10,000 അവിടെ ഉണ്ടാവും. റിസർവ്സ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ 10,000 ബാലൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ കമ്പനീൻ്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ അതിനൊക്കെ ലോയിൽ കുറേ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഞാനത് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവ്സ് സർപ്ലസും സെപ്പറേറ്റ് ആണ്. പിന്നെ ഫേമിൻ്റെ കേസിൽ ഇത് രണ്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് വർക്കിംഗ് നോട്ടിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ
ഇതിൽ നമ്മൾ വർക്കിംഗ് നോട്ടിന് പകരം നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. നോട്ട്സ് ടു അക്കൗണ്ട്സ്, അതായത് നമ്മൾ വർക്കിംഗ് നോട്ട് ഫേംസിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ നോട്ട് ഇട്ട് എഴുതൂലേ, അതുപോലെ തന്നെ ഇത് വർക്കിംഗ് നോട്ട് അല്ലാതെ നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഫോർമാറ്റ് ആയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ വർക്കിംഗ് നോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ റിസർച്ച് സർപ്ലസിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എത്ര ഉണ്ടായിരുന്നു, ഓപ്പണിംഗ് ബാലൻസ് ചെയ്തു, അതിൻ്റെ കൂടെ എത്ര പ്രോഫിറ്റ്സ് വന്നു, പുതിയ എന്തെല്ലാം പ്രോഫിറ്റ്സ് ആണ് ഇതിലേക്ക് വന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നോട്ട്സ് ടു അക്കൗണ്ട്സ്. അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിനും നോട്ട്സ് ടു അക്കൗണ്ട്സിലാണ്. അങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ നോട്ട്സ് ടു അക്കൗണ്ട്സിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഷെയർ ക്യാപിറ്റൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഇഷ്യൂ ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ ഷെയർ ക്യാപിറ്റൽ ഓതറൈസ്ഡ് ഉണ്ട്, ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഇതിൽ ഓതറൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനിക്ക് ഇപ്പോൾ ഒരു 10 crore വരെയുള്ള ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാന്ന് നമ്മൾ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ MOA എന്ത് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ AOA പറഞ്ഞിട്ടുണ്ടാവും. ഓതറൈസ്ഡ് ഇത്രയാണെന്നുള്ളത് MOA AOA പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ കൂടുതലുള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. ഈ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലാണ് നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് വി ക്യാൻ ഇഷ്യൂ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊമറാൻഡത്തിൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ പോയി നമ്മൾ ചേഞ്ച് വരുത്തണം. അങ്ങനെ ചേഞ്ച് വരുത്താണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ലോയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം അങ്ങനെ മാറ്റിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഓതറൈസേഷൻ മാറ്റിയിട്ട് വേണം കുറേ ഇതിലധികം ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ മാറ്റണം. പിന്നെ ഇതിൽ ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്രയാണോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതായത് ഈ 10 crore ക്യാപിറ്റലിൽ നമ്മൾ ഇഷ്യൂ ചെയ്തത് ചിലപ്പം 1 crore ആയിരിക്കും. 1 crore നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. പിന്നെ പെയ്ഡപ്പ് എന്ന് പറയുമ്പോൾ പെയ്ഡപ്പ് യൂഷ്വലി ഈ ഇഷ്യൂഡും പെയ്ഡപ്പും ഏതാണ്ട് ഒരു എമൗണ്ടാണ് അധികം വരാറ്. പെയ്ഡപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇഷ്യൂ ചെയ്തു, ഇതിൽ എത്ര ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തു, അതായത് ഇത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യാണ് ചെയ്യുക. അതായത് ഇത് ഓരോ പബ്ലിക്കിന് വേണ്ടി പബ്ലിക്കായിട്ട് 10 crore ഷെയർസ് ഇങ്ങനെ വെക്കും. അപ്പോൾ അതിന് ഇൻവെസ്റ്റേഴ്സ് വന്ന് അത്രയും ഷെയർ വാങ്ങി അതിന് പകരം നമുക്ക് പൈസ തരും. അപ്പോൾ അവരെല്ലാവരും ഷെയർ ഹോൾഡറായി മാറും. അപ്പം അങ്ങനെ എത്ര പൈസ നമുക്ക് കിട്ടി, അതായത് പെയ്ഡപ്പ് ആയിട്ടുള്ള എത്ര ആൾക്കാർ പേ ചെയ്തു, ഇതിൽ എത്ര എമൗണ്ട് ഷെയർസ് ആൾക്കാർ വാങ്ങി എന്നുള്ളതാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ 1 crore 1 crore വാങ്ങിയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഇത് മൂന്നുമായിട്ട് എഴുതാൻ സെപ്പറേറ്റ് ഡിസ്ക്ലോഷർ ഉണ്ടാവും. ഇത് ശരിക്കും കൊടുത്തിട്ടില്ലെങ്കിലും പെയ്ഡപ്പ് മാത്രം കൊടുത്താലും കുഴപ്പമില്ല. ബട്ട് ഈ ഡിസ്ക്ലോഷറിന് നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് ഉണ്ടാവും. അതായത് ഓതറൈസ്ഡ് ഇത്ര ഉണ്ട്, ഇഷ്യൂഡ് ഇത്ര ഉണ്ട്, പെയ്ഡപ്പ് ഇത്ര ഉണ്ട് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും എങ്ങനെ വരുന്നത്. പിന്നെ റിസർവ്സും സർപ്ലസ് ഞാൻ പറഞ്ഞു ഓൾറെഡി, അതായത് ഇതിൽ പ്രോഫിറ്റ്സ് അതുപോലത്തെ ഐറ്റംസ് ആണ് എന്തിലുണ്ടാവുക. പിന്നെ മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറണ്ട്, ഇതൊന്നും നമുക്ക് അധികം ഇല്ലാത്ത കേസാണ്. ഷെയർ ആപ്ലിക്കേഷൻ, മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്, അത് അലോട്ട്മെൻറ്റ് ഈ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെയാണ്. അതിൽപ്പെട്ടൊരു പ്രൊസീജിയറാണ് അലോട്ട്മെൻറ്റ്. അതായത് ഷെയർ അലോട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഷെയർ അലോട്ട്മെൻറ്റ്. അപ്പോൾ അലോട്ട്മെൻറ്റ് പെൻഡിങ് ആയിട്ടുള്ള മണി എത്ര ഉണ്ട് അതാണ്. ഇതൊന്നും അധികം ഉണ്ടാവാറില്ല. പിന്നെ നെക്സ്റ്റ് മെയിനായിട്ടുള്ള ഹെഡിങ് ആണ് ഇത് A, ഇത് B, നോൺ കറണ്ട് ലയബിലിറ്റീസ്. നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നോൺ കറണ്ട് ആയിട്ടുള്ള, അതായത് ലോങ് ടേം ആയിട്ടുള്ള ലയബിലിറ്റീസ് എന്തൊക്കെയുണ്ട്. ഇതിൽ മെയിനായിട്ട് വരിക ലോങ് ടേം ബോറോയിങ്സ്. ലോങ് ടേം ബോറോയിങ്സിൽ എന്തൊക്കെ വരും, ഡിബഞ്ചേഴ്സ് വരും, ലോൺസ് വരും, ലോൺസ് ഫ്രം ബാങ്ക് ആവാം ഓർ അതേഴ്സ് ആവാം. പിന്നെ ഇതിൽ നെക്സ്റ്റ് ഉള്ളത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് നെറ്റ്. നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, ഇത്
ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഇതൊരു സെപ്പറേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി, ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഇൻകം ടാക്സ് നമ്മളുടെ കമ്പനീസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് ഫോളോ ചെയ്യുന്ന കുറച്ച് പോളിസീസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതുപോലെ ആയിരിക്കില്ല, അതിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ടാവും എന്തില്ല ഇൻകം ടാക്സിൽ. അപ്പോൾ ഈ ടാക്സിലെ പ്രോഫിറ്റും അതുപോലെ തന്നെ നമ്മുടെ കമ്പനീൻ്റെ പ്രോഫിറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ പ്രോഫിറ്റിൻ്റെ മുകളിലാണ് എന്ത് വരിക, ടാക്സ് വരിക. അപ്പോൾ നമ്മൾ അക്കൗണ്ട്സിൽ നമ്മൾ കമ്പനീൻ്റെ അക്കൗണ്ട്സ് കാണിക്കുമ്പം എന്താണ്, നമ്മുടെ കമ്പനിയിലുണ്ടായ പ്രോഫിറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ബട്ട് ഇൻകം ടാക്സിൽ നമ്മൾ നോക്കുമ്പം ചില നമ്മുടെ ഈ P&L കൊടുത്തിട്ടുള്ള ചില എക്സ്പെൻസസ് നമുക്ക് എടുക്കാൻ പറ്റാത്ത എക്സ്പെൻസസ് ഉണ്ടാവും. പിന്നെ ഡിപ്രിസിയേഷൻ പോലുള്ള ഐറ്റംസ് ഇൻകം ടാക്സിൽ ചിലപ്പോൾ അതിന് റേറ്റ് എന്തായിരിക്കും, ഡിഫറെൻറ്റ് റേറ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ കൊണ്ട് ഇൻകം ടാക്സിലെ പ്രോഫിറ്റും നമ്മുടെ അക്കൗണ്ട്സിലെ പ്രോഫിറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ആ ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന ടാക്സിൻ്റെ എക്സ്ട്രാ ലയബിലിറ്റി ഓർ അസറ്റ്, അതായത് ടാക്സ് നമുക്ക് അധികം അടക്കേണ്ടി വരികയെ, ഇപ്പോൾ അക്കൗണ്ട്സിനേക്കാളും ടാക്സ് അധികം അടക്കാനുണ്ടെങ്കിൽ അതൊരു ഡെഫേർഡ് ടാക്സ് അതിനാണ് ഡെഫേർഡ് അടക്കാനും ഉണ്ടാവുകയെ, അല്ലെങ്കിൽ അടച്ചത് അതിനേക്കാളും കുറച്ചടിച്ചാൽ മതിയുള്ള കേസോ അങ്ങനത്തെ എന്തെങ്കിലും കേസ് ഉണ്ടാകുമ്പം അതിനെയാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഓർ ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത്. അതിനായിട്ടൊരു സെപ്പറേറ്റ് AS തന്നെ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ അതർ ലോങ് ടേം ലയബിലിറ്റീസ്, മറ്റെന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഇതാണ് ലോങ് ടേം ബോറോയിങ്സ് ആണ് മെയിനായിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ ഡെഫേർഡ് ടാക്സ് അസറ്റും ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ അതർ ലോങ് ടേം ലയബിലിറ്റീസിൽ ചില ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ലോങ് ടേം പ്രൊവിഷൻസ്. പിന്നെ എന്തെങ്കിലും പ്രൊവിഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൊവിഷൻസ് എന്താണ്, വാട്ട് ഈസ് പ്രൊവിഷൻസ്? പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രുഡൻസ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നതിനെ കൊണ്ട് വരുന്നൊരു സംഭവമാണ് എന്ത്, പ്രൊവിഷൻ. അതായത് നമുക്ക് ഭാവിയിൽ ഒരു ലോസ് വരാൻ പോകുന്നു എന്ന് നമ്മൾ കണ്ടാൽ അതിനെ ഇപ്പോഴേ നമ്മൾ ബുക്ക് ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, പ്രുഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് ആൻറ്റിസിപ്പേറ്റ് ആൻഡ് റെക്കോർഡ് ഓൾ ഫ്യൂച്ചർ ലോസസ് ആൻഡ് ഡോണ്ട് ആൻറ്റിസിപ്പേറ്റ് ആൻഡ് റെക്കോർഡ് ഫ്യൂച്ചർ ഗെയിൻസ്. അതായത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ ലോസസിന് ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ത്, ഫ്യൂച്ചർ ലോസസിന് ഇപ്പം നമ്മൾ എന്തായിട്ട് കാണിക്കും, നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് കാണിച്ച് അതുപോലെ തന്നെ ഇവിടെ ലയബിലിറ്റി ആയിട്ട് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കും. അതിനെയാണ് പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ പ്രുഡൻസ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റീസ്. ഇത് നോൺ കറണ്ട് ലയബിലിറ്റീസ് മിക്കവാറും എന്തായിരിക്കും, മോർ ദാൻ 1 ഇയർ ഉള്ള ലയബിലിറ്റീസ് ആണ് എന്ത്, നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഇനി കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ലയബിലിറ്റീസ് ആണ്. അതെന്താണ്, ഷോർട്ട് ടേം ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വർക്കിംഗ് ക്യാപിറ്റൽ ലോണൊക്കെ എടുത്തിട്ടുണ്ടാവും. വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അസറ്റ്സിനൊക്കെ വെച്ച്, അതായത് കറണ്ട് അസറ്റ്സിനൊക്കെ പ്ലെഡ്ജ് ചെയ്തിട്ട് ഷോർട്ട് ടേമിലേക്ക് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാവും. ഈ ഷോർട്ട് ടേം ആവശ്യങ്ങൾക്ക് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ ലോണ്. സ്റ്റോക്കിനൊക്കെ പ്ലെഡ്ജ് ചെയ്തെടുക്കുന്ന ലോണാണ് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ. അപ്പം അങ്ങനത്തെ ബോറോയിങ്സിനെയാണ് ഷോർട്ട് ടേം ബോറോയിങ്സ്. ഇതധികവും ഷോർട്ട് ടേം ലോൺസാണ് അധികം ഉണ്ടാവാറ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രേഡ് പേയബിൾ അറിയാവുന്ന കാര്യമാണല്ലോ. ട്രേഡ് പേയബിൾ എന്താണ്, നമ്മളുടെ ക്രെഡിറ്റേഴ്സ്, നമുക്ക് അവർക്ക് എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് കൊടുക്കണം. ഇതെങ്ങനെ വരുന്ന ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെങ്ങനെയാണ് വരുന്നത്, നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, ഇപ്പം നമ്മളൊരു ഒരു പാർട്ടീൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ
നമ്മൾ ക്യാഷിനല്ലാതെ നമ്മൾ ക്രെഡിറ്റിന് വാങ്ങുകയാണെങ്കിൽ അവരെയാണ് എന്ത് ക്രെഡിറ്റ് പേബിൾസ് അഥവാ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാനുള്ളവർ. We have to give money to them. നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാർ ക്രെഡിറ്റേഴ്സ്, ട്രേഡ് പേബിൾസ്. ഓക്കെ, ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഇത് ഒരു ഡിസ്ക്ലോഷർ പർപ്പസിന് വേണ്ടിയിട്ട് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂസ് ഓഫ് മൈക്രോ എൻ്റർപ്രൈസസ് ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് ഇതിൽ ട്രേഡ് പേബിൾസ് തന്നെ വരുന്നതാണ്. ട്രേഡ് പേബിൾസിൽ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂസ് ഫ്രം മൈക്രോ, അതായത് MSME എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. MSME എന്നൊരു ആക്ട് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ എൻ്റർപ്രൈസസിന് വേണ്ടി ഉള്ള ഒരു ആക്റ്റാണ്. ഇത് പ്രകാരം ചില എക്സ്പെൻസസ് ഈ മൈക്രോ MSMEകൾക്ക് മറ്റ് കമ്പനീസ് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ചില എക്സ്പെൻസസ് കാണിക്കാൻ പറ്റാതൊക്കെ അങ്ങനത്തെ കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഈ മൈക്രോ എൻ്റർപ്രൈസ് ആൻഡ് സ്മോൾ എൻ്റർപ്രൈസ് ഇതിലേക്ക് നമ്മൾ എത്ര ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് എന്നുള്ളതാണ് ഒരു ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്. ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ഇത് ട്രേഡ് പേബിൾസ് ടോട്ടൽ 10 lakh ഉണ്ട്. അതിൽ 5 lakh എവിടെയാണ് മൈക്രോ എന്നാണ്. ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റേഴ്സ് അതർ ദാൻ മൈക്രോ 5 lakh ആണ്. ഇപ്പം ഇത് രണ്ടും നമ്മൾ മൈക്രോ 5 lakh അതർ ദാൻ മൈക്രോ 5 lakh എന്ന് പറഞ്ഞാലും ഇത് രണ്ടും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ടോട്ടലായിട്ട് ട്രേഡ് പേബിൾ എന്ന് പറഞ്ഞിട്ട് 10 lakh തന്നെയാണ് കൊടുക്കുക. അപ്പം ഇത് രണ്ടും നമ്മൾ കാണിച്ചില്ല എന്ന് വിചാരിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ തെറ്റായി പോകുന്നില്ല. ബട്ട് ഇത് ഡിസ്ക്ലോഷർ പർപ്പസ്, അതായത് ഇത് നമ്മളിങ്ങനെ കാണിക്കണം എന്നാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതർ കറണ്ട് ലയബിലിറ്റീസ്. ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള അല്ലാത്ത അതർ ആയിട്ടുള്ള ലയബിലിറ്റീസ് ഒക്കെ എന്താണ് അതർ കറണ്ട് ലയബിലിറ്റീസിൽ വരും. പിന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ ഇവിടെ വരും. ഇപ്പം ഇതിൽ എന്തൊക്കെ വരും എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് പ്രൊവിഷൻ. ഇൻകം ടാക്സ് നമുക്ക് കറക്റ്റായിട്ട്, അതായത് ഇൻകം ടാക്സ് എന്തായാലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 31 March കഴിഞ്ഞാൽ ഒരു ജൂലൈ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇൻകം ടാക്സ് അടക്കണം. അപ്പോൾ ആ ഇൻകം ടാക്സ് അടക്കേണ്ട ടൈമിലേക്ക് നമ്മൾ ഇൻകം ടാക്സ് എത്ര ഉണ്ടാവുന്ന ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കും, അത് ലയബിലിറ്റി ആയിട്ട്. അപ്പം ആ പ്രാവശ്യം നമ്മൾ വരാൻ പോകുന്ന ഒരു എക്സ്പെൻസിനെ ഇപ്പോഴേ ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഇത് ശരിക്കും ഇൻകം ടാക്സ് ഈ കൊല്ലത്ത് വരേണ്ട എക്സ്പെൻസ് തന്നെയാണ്. അതിനെ കൊണ്ടാണ് ഇവിടെ ഷോർട്ട് ടേം പ്രൊവിഷൻസിൽ കൊടുക്കുന്നത്. എന്നിട്ട് പ്രൊവിഷനായിട്ട് ഇൻകം ടാക്സ് പ്രൊവിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഷോർട്ട് ടേം പ്രൊവിഷൻസിൽ ഇൻകം ടാക്സ് പ്രൊവിഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ SGST പേയബിള്, CGST പേയബിള്, ഓഡിറ്റ് ഫീ പേയബിള്, അങ്ങനത്തെ പല പേയബിൾസും ഉണ്ടാവും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയും കൊടുക്കാം, അതർ കറണ്ട് ലയബിലിറ്റീസിലും കൊടുക്കുന്നതിനെ കൊണ്ട് വലിയ വിഷയമല്ല. ബട്ട് ഇതിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ട്, ഏതൊക്കെ കൊടുക്കേണ്ടതെന്നുള്ള ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട് ICAൻ്റെ ഇതിൽ. അത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. അതിന് ജസ്റ്റ് നമുക്കൊന്ന് പറയാം, എന്നിട്ട് നമുക്ക് ഓരോന്നിലും ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ ഇതിൽ ടോട്ടൽ, അതായത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞു, ലയബിലിറ്റീസിൻ്റെ പാർട്ട് കഴിഞ്ഞു. ലയബിലിറ്റീസ് ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ടോട്ടലായിട്ടുള്ള എമൗണ്ട് നമ്മൾ എഴുതും. എന്നിട്ട് പിന്നെ അസറ്റ്സിൽ നമുക്കറിയാലോ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആയിട്ടുള്ള അസറ്റ്സ്. അതിൽ PPE വരും, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. നമ്മൾ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, അതുപോലത്തെ പ്ലാന്റ് ആൻഡ് മെഷീനറി ആ പ്ലാന്റ് ആണ്. അപ്പം അങ്ങനത്തെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്ലാന്റ്, എക്യുപ്മെൻറ്റ്സ്, മെഷീനറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വരും. PPE എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിൽ വരും. PPEയിൽ ഇവിടെ
ഇതിനൊക്കെ നോട്ട്സ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഓരോ നോട്ട്സ് ആയിട്ട് നമ്മൾ 3, 4 എന്നൊക്കെ എഴുതി ഈ നോട്ട്സ് പോയാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ PPEയിൽ എന്തൊക്കെ ഉണ്ടാവും. ഒരു ലാൻഡ് ഉണ്ടെങ്കിൽ ആ ലാൻഡ് ഒരു 10 lakh വാല്യൂവിനുള്ളത്, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെഷീനറി 20 lakh വാല്യൂവിനുള്ളത്, അങ്ങനെ എല്ലാം കൂടിയുള്ള ഈ ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള 30 lakh ആയിരിക്കും ഇവിടെ എന്തുണ്ടാവുക, ഇവിടെ കാണിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട്സ് കൊടുക്കും. നോട്ട് നമ്പർ 3 നോട്ട് നമ്പർ 4 ഒക്കെ കൊടുത്തിട്ട് നോട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് നോട്ട്സ് അക്കൗണ്ട്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താണ് ഐറ്റം? ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അതിനെ അങ്ങനെ പെട്ടെന്ന് കാണാനൊന്നും പറ്റൂല. ഇപ്പം സോഫ്റ്റ്വെയർസ്, പാറ്റന്റ്, അതുപോലത്തെ ഐറ്റംസ് ആണ് എന്ത്, ഇൻടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഫിസിക്കലി ഒന്ന് ടച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന, ഏതാണ്ട് ശരിക്കും അതിൻ്റെ ഡെഫിനിഷൻ അങ്ങനെ അല്ല, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ടച്ച് ചെയ്യാനും നമുക്ക് കാണാനൊക്കെ പറ്റുന്ന ഐറ്റംസ് ആണ് എന്ത്, ടാഞ്ചിബിൾ ആയിട്ടുള്ളത്. ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർസ്, പാറ്റന്റ് അതുപോലത്തെ ഐറ്റംസ്, അത് നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാനോ അങ്ങനെയൊന്നും കഴിയില്ല. ബട്ട് നമുക്ക് ഹാർഡ് ഡിസ്ക് അതുപോലത്തെ ഇതിൽ കിട്ടും. അപ്പോൾ ഫിസിക്കലി അത് ഹാർഡ് ഡിസ്ക് ആണല്ലോ. നമുക്ക് സോഫ്റ്റ്വെയർ ആയിട്ട് ഇതാണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പിടിച്ചു നോക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പം അങ്ങനെ സോഫ്റ്റ്വെയർ, പാറ്റന്റ് അതുപോലത്തെ അതൊക്കെ നല്ല വാല്യൂ ഉള്ള ഐറ്റംസ് ആണ്. അപ്പോൾ അതിനൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റ് ഇതിനൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ കുറേ നിങ്ങൾ ഓൾറെഡി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിനൊക്കെ പറ്റി. ഇനി അടുത്തത് ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടിയിൽ ഒരു ഹൗസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എന്താണ്, ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ് ആണ്. ക്യാപിറ്റൽ ആയിട്ടുള്ള ഐറ്റംസ്, ഇപ്പം ഒരു ബിൽഡിങ് വന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം അത് പണി പൂർത്തിയാവാത്ത വീട് ആണെങ്കിൽ അങ്ങനെ പറയാം. അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരുന്നതാണ് ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ്. പിന്നീട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെൻറ്റ്, അതായത് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് എത്ര അതിനിപ്പോൾ ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ, നമ്മളിപ്പം വർക്ക് ചെയ്ത് ഒരു 10 lakhൻ്റെ ഇൻടാഞ്ചിബിൾ അസറ്റാണ്, ടോട്ടലായിട്ട് 10 lakh വരുന്ന ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അതിൽ ഇപ്പോൾ ചിലപ്പോൾ എത്ര ഉണ്ടാവും, ഒരു 5 lakhൻ്റെ ഒക്കെ വാല്യൂവിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ 5 lakh, അതായത് ഇൻടാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 lakh നമ്മളവിടെ കൊടുക്കും. അപ്പം അങ്ങനത്തെ ഐറ്റമാണിത്. പിന്നെ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഷെയർസിലോ കമ്പനീസിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താണെങ്കിൽ ലോങ് ടേം ആണ് നോൺ കറണ്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ പിന്നെ ഡെഫേർഡ് ടാക്സ് അസറ്റിനെ നമ്മൾ എന്താണ് കാണിക്കുക, ഇവിടെയാണ് കാണിക്കുക. ലയബിലിറ്റീനെ എവിടെയാണ് കാണിക്കുക, ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. അതങ്ങനെയാണല്ലോ. പിന്നെ ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, നമ്മൾ ആർക്കെങ്കിലും ലോൺസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തിനെങ്കിലും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെയാണ് കാണിക്കുക, ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്. പിന്നെ അതർ നോൺ കറണ്ട് അസറ്റ്സ്, ഇത്രയാണ് ഈ നോൺ കറണ്ട് അസറ്റ്സിൽ വരുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഒന്ന് PPE ആണ്, പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്, പിന്നെ ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഡെവലപ്മെൻറ്റ്, പിന്നുള്ളത് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഡെഫേർഡ് ടാക്സ് അസറ്റ്, ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഇതുപോലത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇതിൽ PPE, ഇൻടാഞ്ചിബിൾ അസറ്റ്, ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ്, ഇൻടാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം ഒരു ഹെഡിൻ്റെ അണ്ടറിൽ, അതായത് A എന്ന് പറഞ്ഞിട്ട് PPE, ഇൻടാഞ്ചിബിൾ അസറ്റ്, ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഡെവലപ്മെൻറ്റ്, അതൊക്കെ വരും. പിന്നെ Bയിൽ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്,
പിന്നെ ഡെഫേർഡ് ടാക്സ്, പിന്നെ ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, പിന്നെ അതർ നോൺ കറണ്ട് അസറ്റ്. ഇങ്ങനെയാണ് വരിക. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഉള്ളത് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിൽ എന്താണ് വരിക? കറണ്ട് അസറ്റ്സിൽ കറണ്ട് ആയിട്ടുള്ള ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലോങ് ടേം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നോൺ കറണ്ട് എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 ഇയർ വരും. കറണ്ട് എന്ന് പറയുമ്പം ലെസ് ദാൻ 1 ഇയർ ആയിരിക്കും. അപ്പോൾ അതിൽ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ എന്തെങ്കിലും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഷെയർസ്, നമ്മൾ ഏതെങ്കിലും ഷെയർസ് ഷോർട്ട് ടേം ആയിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എന്തുണ്ടാവും? അതിനെയാണ് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് എന്താണ്? കറണ്ട് ആയിട്ടുള്ള ഐറ്റമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റവുമാണ്. പിന്നെ ട്രേഡ് റിസീവബിൾസ് എന്താണ്? ഡെപ്റ്റേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സ്. നമ്മൾ ക്രെഡിറ്റിന് വാങ്ങിയിട്ടുള്ള, നമ്മുടെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് അതായത് കടം വാങ്ങിയിട്ടുള്ള, കടത്തിന് സാധനം വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നത്. പിന്നുള്ളത് എന്താണ്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, അതുപോലെ തന്നെ ബാങ്ക്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസിൽ വരും. പിന്നെ ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് ആർക്കെങ്കിലും ലോൺസോ അഡ്വാൻസസോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ അതർ കറണ്ട് അസറ്റ്സ്, ഇതിലൊന്നിലും പെടാത്ത ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയാണ് അതർ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കത്തെ ക്ലാസിഫിക്കേഷൻ ICAIൻ്റെ മെറ്റീരിയലുണ്ട്. മെറ്റീരിയലിൽ പേജ് നമ്പർ ആണെങ്കിൽ ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ P&L കൂടി തീർക്കാം. എന്നിട്ട് നമുക്കൊന്ന് എന്തൊക്കെ ഐറ്റംസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇത് ICAIൻ്റെ ടെക്സ്റ്റാണ്. അപ്പോൾ ICAIൻ്റെ ടെക്സ്റ്റിൽ 11.143 എന്നുള്ളത് ബാലൻസ് ഷീറ്റിനൊക്കെ പറ്റി പറയുന്നത്. ഇത് നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ആനക്ഷർ, ചാപ്റ്റർ 11 ആനക്ഷർ എന്ന് നമ്മളെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ സെക്ഷനിൽ ഗൂഗിളിൽ തന്നെ പോയാൽ കിട്ടും. ആനക്ഷറിൽ ഉണ്ടാവും ഇത്. അപ്പോൾ ഇതിൽ ബാലൻസ് ഷീറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ളത് ഇത് തന്നെയാണ്. പിന്നീട് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ നോട്ട്സിൽ ഉണ്ടാവും എന്തൊക്കെയാണ് നോട്ട്സിൽ കൊടുക്കേണ്ടതെന്നുള്ളത്. നോട്ട്സിൽ ആദ്യം തന്നെ ജനറൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അസറ്റ് ഷാൽ ബി ക്ലാസിഫൈഡ് ആസ് കറണ്ട് ഇറ്റ് സാറ്റിസ്ഫൈസ് ദി ഫോളോയിങ് സിറ്റുവേഷൻ ക്രൈറ്റീരിയ. അങ്ങനെ ഒരുപാട് ഓരോ ഐറ്റംസിനും ഓരോ ഇതുണ്ട്. അപ്പോൾ അതൊക്കെ ഇതെല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാന്നാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതിനെക്കൊണ്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതധികവും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അതിൽ ഞാൻ ഷെയർ ക്യാപിറ്റലിൻ്റെ കുറച്ചധികം പറഞ്ഞിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ ഫോർ ഈച്ച് ക്ലാസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഡിഫറെൻറ്റ് ക്ലാസ് പ്രിഫറൻസ് ഷെയർ ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. അതായത് ഇതിൽ ഞാൻ ഷെയറിൽ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഷെയറും കൂടി ഉണ്ട്. ഷെയർ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ മാത്രമല്ല, പ്രിഫറൻസ് ഷെയർ ഉണ്ട്. പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ പ്രിഫറൻഷ്യൽ റേറ്റിലുള്ളത്. അതായത് ഇക്വിറ്റി ഷെയറിൻ്റെ ഒരു സ്വഭാവമുണ്ട്, എന്നാൽ ഒരു ഡെപ്റ്റിൻ്റെ ഒരു സ്വഭാവം കൂടിയുള്ള ഒരു ഐറ്റത്തിനാണ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഈ റിസർവ് സർപ്ലസ് കിട്ടില്ല. റിസർവ് സർപ്ലസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടാണ്. ഇത് കമ്പനീസിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ്, എല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഡിവിഡൻഡ് ഈച്ച് ഇയർ ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് പ്രോഫിറ്റാണ് എന്തുണ്ടാവുക? മറ്റേ ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവുക. അപ്പോൾ പ്രോഫിറ്റിൽ ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് കൊടുക്കും. അതായത് ഇപ്പം ഇനി കമ്പനി വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിലും ആ ടൈമിലൊക്കെ എന്തിനാണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് മുൻഗണന ഉള്ളത്. അപ്പം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെയും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കൊടുക്കും. നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, നോട്ട്സ് ടു അക്കൗണ്ട്സിലാണ് നമ്മളെല്ലാം ചെയ്യാന്ന്.
ഇപ്പോൾ നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ ആകെ വരിക എന്തായിരിക്കും? ബാലൻസ് ഷീറ്റിൽ ആകെ വരിക ചിലപ്പം ബാലൻസ് ഷീറ്റിൽ ആകെ വരിക ഈ ഷെയർ ക്യാപിറ്റലിൽ നിന്നായിരിക്കും. ഈ ഷെയർ ക്യാപിറ്റലിൽ തന്നെ എന്തുണ്ടാവും? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലൊന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഏതൊക്കെയാണ്, ഏത് ഐറ്റംസ് ആണ്, ഏതിലേക്കാണ് വരിക എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് റെഡിയാവും. പിന്നെ റിസോഴ്സ് സർപ്ലസ് പറയുന്നുണ്ട്. റിസോഴ്സ് സർപ്ലസ് ഷാൽ ബി ക്ലാസിഫൈഡ് ആസ് ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം അങ്ങനത്തെ കുറേ റിസർവ്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ അധികവും ക്യാപിറ്റൽ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ആ ടൈമിലൊക്കെ വരുന്ന, അതായത് അസറ്റ്സ് ഒക്കെ സെയിൽ ചെയ്യുമ്പോൾ ഒക്കെ വരുന്ന റിസർവ് ആണ് ക്യാപിറ്റൽ റിസർവ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം എക്സ്ട്രാ എമൗണ്ട്, ഇപ്പം നമ്മളൊരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എത്രയാണ്? ഒരു 100 റുപ്പീസിന് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പം 10 റുപ്പീസ് ആയിരിക്കും എന്ത്, ആ ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഷെയറിൻ്റെ നമ്മൾ ബുക്കിൽ കാണിക്കുന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ അല്ലേ, അത് ഓരോന്നിൻ്റെതും 10 ആയിരിക്കും. ബട്ട് അത് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പം ഒന്നിന് 100 റുപ്പീസ് വെച്ചായിരിക്കും നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ എക്സ്ട്രാ ഉള്ള 90 റുപ്പീസ് 90 റുപ്പീസ് എന്താണ്? നമ്മളെ എക്സ്ട്രാ ഉള്ള ഗെയിനാണ്. അതായത് അതിനെയാണ് സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്നത്. എക്സ്ട്രാ നമ്മൾ വാങ്ങുന്ന, അതുപോലെ തന്നെ മറ്റുള്ള കേസിലൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലത്തെ കുറേ റിസർവ്സ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, എന്നാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെയാണ് ഇതിലേക്കാണ് കൊടുക്കേണ്ടത്. ലോങ് ടേം ബോറോയിങ്സ് ഉണ്ട്. ലോങ് ടേം ബോറോയിങ്സിൽ ഏതൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ അതർ ലോങ് ടേം ലയബിലിറ്റീസ് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഏതിലാണ് ഐറ്റം, ഏതിലാണ് കൊടുക്കേണ്ടത് ഏതാണ്ട് മനസ്സിലാവും. ഓക്കെ. ഷോർട്ട് ടേം പ്രൊവിഷൻസ് ഉണ്ട്. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ എന്തൊക്കെ വരും, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പം ഒന്നും റെഡിയായില്ല എന്ന് വിചാരിച്ച് നിൽക്കണ്ട. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവും. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലന്റ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക. ICIൻ്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. ICI.org അടിച്ചാൽ അതിൽ സ്റ്റഡി മെറ്റീരിയൽ സെക്ഷനിൽ പോവാം. ഇൻ്റർമീഡിയറ്റിൻ്റെ CA ഇൻ്റർമീഡിയറ്റ് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൽ പോയാൽ കിട്ടും നിങ്ങൾക്ക്. ചാപ്റ്റർ 11 ആണ്. ചാപ്റ്റർ 11 ആനക്സ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ടാവും അതിൽ. അപ്പോൾ അതിൽ ചാപ്റ്റർ 11 നിങ്ങൾക്ക് വേണമെങ്കിൽ അതും എടുക്കാം. അതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കണമെങ്കിൽ ചാപ്റ്റർ 11 ഏത് മെറ്റീരിയൽ വേണമെങ്കിൽ എല്ലാ മെറ്റീരിയലും എല്ലാ സബ്ജക്റ്റിൻ്റെ മെറ്റീരിയൽ ICIൻ്റെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിൽ ബുക്ക് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പോൾ ഏതാണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് പഠിച്ചില്ലേ?